ഹായ് ഓൾ. നമ്മുടെ ഫസ്റ്റ് പൊളിറ്റി റിവിഷൻ ടെസ്റ്റിൻ്റെ ഡിസ്കഷൻ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഈ ടെസ്റ്റിൽ നമ്മൾ 18 ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് കവർ ചെയ്തത്. അതിൽ തന്നെ റിട്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും. ഇപ്പോൾ ഒരുപാട് പേര് ടെസ്റ്റ് എടുത്തു. എന്തായാലും അതിൽ വളരെ സന്തോഷം. ഇപ്പോൾ എനിക്ക് ഓവറോൾ ക്ലാസ്സിൻ്റെ പെർ ക്വസ്റ്റ്യൻ എത്രമാത്രം നന്നായി പെർഫോം ചെയ്യാൻ പറ്റി ക്ലാസ്സിലെ എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസ് പെർട്ടിക്കുലർലി ചാലഞ്ചിങ് ആയിരുന്നു എന്ന് തോന്നുന്നു. സ്പെഷ്യലി ഈ ഒരു 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചതൊക്കെ ക്വസ്റ്റ്യൻ നമ്പർ 16 ഒക്കെ കുറച്ചധികം പേർക്ക് തെറ്റിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ റിലക്റ്റൻ്റ് ആയ പോലെ തോന്നി. അപ്പോൾ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻ ടൈപ്സ് പരിചയപ്പെടുകയും നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനും കൂടിയാണ് നമ്മളിനി പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രിലിംസ് ക്ലിയർ ടെസ്റ്റ് സീരീസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇറ്റ്സ് ടോട്ടലി അണ്ടർസ്റ്റാൻഡബിൾ. നമുക്ക് ക്വസ്റ്റ്യൻസ് തെറ്റ് വരും, ചിലപ്പോൾ നമുക്കത് അറ്റൻഡ് ചെയ്യുമ്പോൾ വേണ്ടത്ര ധൈര്യം തോന്നില്ല, കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇതൊക്കെ വെൽക്കമാണ് ഈ ഒരു സ്റ്റേജിൽ. കാരണം ഇതൊക്കെ നമ്മൾ മറികടന്ന് തന്നെയാണ് ഈ പറഞ്ഞ എല്ലാവരും പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഡിസ്കഷൻ വീഡിയോ നിങ്ങൾക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് സിമ്പിൾ ആണ്. ദ റൈറ്റ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് ടു കൺസേർവ് ദർ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഏത് ആർട്ടിക്കിളിലാണ് കവർ ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചത്. അപ്പോൾ ആർട്ടിക്കിൾ ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഫെമിലിയറിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആർട്ടിക്കിൾ 29 ആണ്. ഓപ്ഷൻ സി വുഡ് ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ആർട്ടിക്കിൾ 29 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിലെ ആദ്യത്തെയാണ്. അപ്പോൾ അതിൽ തന്നെ ഇങ്ങനെ തന്നെ എടുത്ത് പറയുന്നുണ്ടല്ലോ, ഇന്ത്യൻ സിറ്റിസൺസിന്റെ എനി സെക്ഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് ക്യാൻ കൺസേർവ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ഓർ കൾച്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ശരിയായ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെങ്കിലും തെറ്റിപ്പോയവരുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ആർട്ടിക്കിൾ 29 30 വരുമ്പോൾ ആർട്ടിക്കിൾ 30 നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഇസ് റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് മൈനോറിറ്റീസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് മൈനോറിറ്റീസിന്റെ റൈറ്റ് ആണ് ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 29 നമ്മളിപ്പോൾ പറഞ്ഞ ഈ കാര്യം കൊടുത്തിട്ടുള്ളത്. 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. 26 അഗെയിൻ കൈൻഡ് ഓഫ് കൺഫ്യൂസിങ് ആയിരിക്കും, കാരണം അത് റിലീജിയസ് കമ്മ്യൂണിറ്റീസിന്റെ, റിലീജിയസ് ഡിനോമിനേഷൻസിന്റെ റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 26 പക്ഷെ അതിലെവിടെ എന്ത് പറയുന്നില്ല, ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ എന്നുള്ളത് കവർ ചെയ്യുന്നില്ല. അത് സ്പെസിഫിക്കലി റൈറ്റ് ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്, ആർട്ടിക്കിൾ 29. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിനാരിയോസ് വുഡ് എ റിട്ട് ഓഫ് മാൻഡമസ് ടിപ്പിക്കലി ബി അപ്ലിക്കബിൾ എന്നാണ്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പ്രൈവറ്റ് കമ്പനിയുടെ എക്സാമ്പിളാണ്. പ്രൈവറ്റ് കമ്പനി റിഫ്യൂസസ് ടു റീഫണ്ട് എ കസ്റ്റമേഴ്സ് മണി. അപ്പം അത് ഒരുപക്ഷെ പ്രൈവറ്റ് കമ്പനിയുടെ സ്വന്തം ആക്ടിവിറ്റീസിൽ റിട്ട് ഓഫ് മാൻഡമസ് അവർക്ക് അപ്ലിക്കബിൾ ആവില്ലെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓൺലി വെൻ ദേ ആർ ഡൂയിങ് സം പ്രൈവറ്റ് കമ്പനി അത് പബ്ലിക് ഡ്യൂട്ടി ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് ഈ ഒരു റിട്ട് ഓഫ് മാൻഡമസ് അവർക്കെതിരെ അപ്ലിക്കബിൾ ആവുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു സൂചന കൊടുത്തിട്ടില്ല, ദാറ്റ് ദേ ആർ ഡൂയിങ് എ പബ്ലിക് ഡ്യൂട്ടി എന്ന് സൂചനയില്ല. സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഇമ്പോസസ് എ ബാൻ ഓൺ ദ സെയിൽ ഓഫ് സർട്ടൻ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പബ്ലിക് അതോറിറ്റിയോടോ ഗവൺമെന്റ് സർവന്റിനോടോ ആവശ്യപ്പെടുന്നതാണല്ലോ മാൻഡമസ്. സുപ്രീം കോടതി ഡിമാൻഡ് ചെയ്യാണ്, ഈ ഡു ദിസ് ഡ്യൂട്ടി, ലീഗൽ ഡ്യൂട്ടി നിങ്ങൾ ഫുൾഫിൽ ചെയ്യണമെന്നാണ്. ഇത് പ്രത്യേകിച്ച് രണ്ടാമത്തെ ഓപ്ഷൻ ബി അങ്ങനെ ഏതെങ്കിലും ഒരു ഡ്യൂട്ടി ചെയ്തതായിട്ടല്ല. നമുക്ക് ഇമ്പോസസ് എ ബാൻ, സോ മേ ബി ഇതൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞു, ആക്ഷനിൽ നമുക്ക് എന്തെങ്കിലും ഗ്രീവാൻസസ് ഉണ്ടെങ്കിൽ അവിടെ മാൻഡമസ് അപ്ലിക്കബിൾ ആവുന്നില്ല. അത്ര ഡസൻ മേക്ക് സെൻസ്. അത് അത്ര ഒരു ആക്യുറേറ്റ് ആയി തോന്നില്ല. ഓപ്ഷൻ സിയിലേക്ക് വരുമ്പോൾ, പബ്ലിക് അതോറിറ്റി ഫെയിൽസ് ടു പെർഫോം ഇറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഓഫ് ഹോൾഡിംഗ് ടൈംലി ഇലക്ഷൻസ്. അപ്പോൾ പബ്ലിക് അതോറിറ്റി ഏതും ആവാം, മേ ബി ഒരു പെർട്ടിക്കുലർ PSU ആവാം. സം പബ്ലിക് അതോറിറ്റി ഹാസ് ഫെയിൽ ടു പെർഫോം ദർ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി. അവിടെ സൂചനയുണ്ട്, ഫെയിൽസ് ടു പെർഫോം എന്നും ഡ്യൂട്ടി എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാം, മാൻഡമസ് റിട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് ആ ഇലക്ഷൻ നടത്തുന്നത് എൻഷുർ ചെയ്യാം. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫെയിലിയർ ടു പെർഫോം പബ്ലിക് ഡ്യൂട്ടി ഓർ refusal, even when public authorities are refusing to do the legal duty or the official duty, അപ്പോഴാണ് മാൻഡമസ് നമുക്ക്. സോ വി കമാൻഡ് എന്നാണ് ഈ മാൻഡമസിന്റെ അർത്ഥം എന്നും ഡു യുവർ ഡ്യൂട്ടി എന്നാണ് അതിലൂടെ സുപ്രീം കോടതി പറയുന്നതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സി ആണ്. ഇതിൽ ഡിയിലേക്കും കൂടി വരുമ്പോൾ, യൂണിവേഴ്സിറ്റി ഡിനൈസ് അഡ്മിഷൻ ടു സ്റ്റുഡൻറ് ബേസ്ഡ് ഓൺ ഗ്രൗണ്ട്സ് ഓഫ് അക്കാഡമിക് പെർഫോമൻസ്. പലരും ഇത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ഓപ്ഷൻ ഒന്നുകൂടി ക്ലോസ്ലി ശ്രദ്ധിച്ചു വായിച്ചേ. യൂണിവേഴ്സിറ്റി ഡിനൈസ് അഡ്മിഷൻ ടു എ സ്റ്റുഡൻറ്. അപ്പം ഉറപ്പായിട്ട് ആ കുട്ടിക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം. പക്ഷേ
എന്തിന്റെ പേരിലാണ്? അക്കാഡമിക് പെർഫോമൻസിന്റെ പേരിലാണ്. കുഡ് ബി സംതിങ് ലൈക്ക് അയാൾക്ക് വേണ്ടത്ര റാങ്ക് സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ആ അഡ്മിഷൻ പോളിസിയുടെ പരിധിയിൽ വരുന്നൊരു കാര്യമാണ്. സോ അങ്ങനെ ഒരു കേസിൽ അയാൾക്ക് മാൻഡമസ് ഫയൽ ചെയ്തിട്ടും ലീഗലായിട്ടുള്ള ഡ്യൂട്ടി നിർവഹിച്ച് അല്ലെങ്കിൽ അത് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് റൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യം ചെയ്ത് കിട്ടാൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് മാൻഡമസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സിയും ഡിയും വന്നു കഴിഞ്ഞാൽ ഈ ഡിയിലെ സൂചന നമ്മൾ വിട്ട് കളയരുത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബേസ്ഡ് ഓൺ ഗ്രൗണ്ട്സ് ഓഫ് അക്കാഡമിക് പെർഫോമൻസ് ആണ്. ജസ്റ്റ് അൺനെസസറി ആയിട്ട് അയാൾക്ക് അഡ്മിഷൻ കൊടുക്കാതിരിക്കുകയല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു ചെറിയൊരു ക്യാച്ച്. സോ ഓപ്ഷൻ സി വുഡ് ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഈ ഓപ്ഷൻ ബിയിൽ ഒരു ആക്ഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു, അവിടെ മാൻഡമസ് കൊണ്ട് ഗുണമില്ല. കാരണം മാൻഡമസ് ആക്ഷൻ ഫെയിലിയർ ടു പെർഫോം ഡ്യൂട്ടി വരുമ്പോഴാണ്. അതുപോലെ കസ്റ്റമേഴ്സ് മണി പ്രൈവറ്റ് കമ്പനിക്ക് ജനറലി മാൻഡമസ് അപ്ലിക്കബിൾ അല്ല, പബ്ലിക് ഡ്യൂട്ടി ചെയ്യുമ്പോൾ മാത്രമേ പറ്റൂ. അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് വരുമ്പോൾ, ഓക്കെ, ഇത് എഗെയിൻ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്. ഇത് പാർലമെന്റ് അലോൺ ക്യാൻ, പാർലമെന്റ് അലോൺ ഓൺലി എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, വി ആർ ഓൺലി ലേണിംഗ്, ബിഗിനിങ് ടു ലേൺ ദീസ് തിങ്സ്. പാർലമെന്റ് അലോൺ ക്യാൻ ഡിസൈഡ് അപ്പോൺ മോഡിഫൈങ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു ആംഡ് ഫോഴ്സസ്. ഇതിൽ തെറ്റൊന്നും തന്നെയില്ല. ഞാൻ എലോൺ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സൂചന, ഒരു ട്രാപ്പ് ഉണ്ടാവാം. ആർട്ടിക്കിൾ 33 നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 33 എന്ന് പറയുന്നു, യെസ്, പാർലമെന്റിന് മാത്രമേ പവർ കൊടുത്തിട്ടുള്ളൂ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു ആംഡ് ഫോഴ്സസ് പാർലമെന്റിന് റെസ്ട്രിക്ട് ചെയ്യാം. ആർട്ടിക്കിൾ 13 കുറിച്ചാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. ആർട്ടിക്കിൾ 13 പ്രൊവൈഡ്സ് ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് ഇറ്റ് ഗീവ്സ് ഡെഫിനിഷൻ ഓഫ് ലോ. രണ്ട് കാര്യവും പറയുന്നുണ്ട്. ജുഡീഷ്യൽ റിവ്യൂ എന്ന ഒരു പ്രൊവിഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ടെന്നും അതിൽ എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ ഒന്നും തന്നെ പറയുന്നില്ല. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ജുഡീഷ്യൽ റിവ്യൂ എന്നേ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും അതെ. കാരണം ആർട്ടിക്കിൾ 13 എന്താ പറയുന്നത്? ലോസ് ദാറ്റ് വയലേറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഇൻവാലിഡ്. അപ്പോൾ അത് ഇൻവാലിഡേറ്റ് ചെയ്യാൻ ജുഡീഷ്യറിക്ക് ഇടപെടാന്നുള്ളൊരു ഉൾച്ചേർന്നിരിക്കുന്നു. അതിൽ ഇംപ്ലിസിറ്റ് ആയിട്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് അതിലുണ്ട്. അതുകൊണ്ട് ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ആർട്ടിക്കിൾ 13 ഡെഫിനറ്റ്ലി പ്രൊവൈഡ്സ് ഫോർ ഡോക്ട്രിൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. അത് മെൻഷൻ ചെയ്യുന്നില്ല എന്നാണ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ജുഡീഷ്യൽ റിവ്യൂവിനുള്ള പവർ ആർട്ടിക്കിൾ 13 എന്ന് വേണമെങ്കിൽ ജുഡീഷ്യറിക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഗീവ്സ് ഡെഫിനിഷൻ ഓഫ് ലോ. തീർച്ചയായിട്ടും ആർട്ടിക്കിൾ 13 നമ്മൾ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് ആർട്ടിക്കിൾ 12. എന്നിട്ട് ഡെഫിനിഷൻ ഓഫ് ലോ ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്? യെസ്, ആർട്ടിക്കിൾ 13 കൊടുത്തിട്ടുണ്ട് അല്ലേ. ഡെഫിനിഷൻ ഓഫ് ലോ ഉണ്ട്. ഡോക്ട്രിൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഇംപ്ലിസിറ്റ് ആണ്, ഇംപ്ലിസിറ്റ്, നോട്ട് ഡയറക്ട്ലി മെൻഷൻഡോ. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് കേട്ടോ. ഒന്നാമത്തെയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തേർഡ് വൺ സേസ് ദ സുപ്രീം കോർട്ട് ഹാസ് ഒറിജിനൽ ആൻഡ് എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇവിടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്നുള്ളത് ഓക്കെ, വി ക്യാൻ ഗോ ടു ദ സുപ്രീം കോർട്ട് ഡയറക്ട്ലി. എക്സ്ക്ലൂസീവ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് നമുക്കറിയാം എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് മാത്രമേ ഇങ്ങനെ ഒരു പവർ ഉള്ളൂ. എന്താണ്? പ്രൊട്ടക്ടിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല, ഹൈക്കോടതിക്കുണ്ടല്ലോ. സോ വി കനോട്ട് സേ ദാറ്റ് സുപ്രീം കോർട്ട്സ് പവർ ടു പ്രൊട്ടക്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇസ് എക്സ്ക്ലൂസീവ്. എക്സ്ക്ലൂസീവ് എന്ന് പറയാൻ സാധ്യമല്ല. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞെങ്കിൽ ഓൺലി സുപ്രീം കോർട്ട് ഷുഡ് ഹാവ് ദാറ്റ് പവർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്നലെ ആർട്ടിക്കിൾ 226 പ്രകാരം, മറ്റൊരു ആർട്ടിക്കിൾ പ്രകാരം ഇന്ത്യയിലെ ഏത് ഹൈക്കോടതിക്കും എന്ത് റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. അത് എക്സ്ക്ലൂസീവ് എന്ന് വന്നുകൊണ്ടാണ്. ഒറിജിനൽ വരെ ഓക്കെയാണ്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, പക്ഷെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ രണ്ട് വേർഡ്സ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു മീ, ഐ ക്യാൻ എക്സ്പ്ലെയിൻ അഗൈൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓക്കെയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓക്കെയാണ്. ഇത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. മൂന്നാമത്തേൽ പ്രശ്നം, സുപ്രീം കോർട്ട് ഹാസ് ഒറിജിനൽ പവർ ടു ഇന്റർവീൻ ഇൻ കേസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേഷൻ, ബട്ട് ദേ ഡോണ്ട് ഹാവ് എക്സ്ക്ലൂസീവ് പവർ, ദേ ഹാവ് ഷെയർഡ് പവർ വിത്ത് ദ ഹൈക്കോർട്ട്. അതുകൊണ്ട് എക്സ്ക്ലൂസീവ് എന്നുള്ളത് വന്നുകൊണ്ടാണ് അവിടെ തെറ്റുന്നത്. അപ്പോൾ ഇതിന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 1 and 2 ആൻസർ എയിലേക്ക് സുഖമായിട്ട് എത്താം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. കമ്മിങ് ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹാവ് ദ സാങ്ഷൻ ഓഫ്. ഇത് നമ്മളൊരു പക്ഷേ 4 ഓപ്ഷനും വളരെ കെയർഫുൾ ആയിട്ട് വായിച്ചാലും മാത്രമേ നമുക്ക് ഫൈനൽ ആൻസറിൽ എത്താൻ പറ്റുള്ളൂ. കാരണം സുപ്രീം കോർട്ട് എന്ന ഒന്നാമത്തെ ഓപ്ഷനിൽ പലരും അവിടെ എത്തുമ്പോൾ തന്നെ ഉറപ്പിക്കും. പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ഗവൺമെന്റ്. സാങ്ഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആരാണിത് ഗ്യാരണ്ടി ചെയ്യുന്നത്? ഇത് ഗ്യാരണ്ടി ചെയ്യുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അല്ലേ. ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നുണ്ട്, യെസ്, വി ക്യാൻ അപ്രോച്ച് ദ സുപ്രീം കോർട്ട് ആൻഡ് ക്ലെയിം ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻഫോഴ്സിബിൾ എന്ന് പറയുന്നത് പോലെ ഒരു കാര്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹാവ് ദ സാങ്ഷൻ ഓഫ്. എന്തിന്റെ സാങ്ഷനാണ് ഉള്ളത്?
ഉത്തരം സുപ്രീം കോടതിയാണ് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് കൊണ്ടല്ലേ, സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 32 ഉള്ളതുകൊണ്ടല്ലേ സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് സുപ്രീം കോടതി ഈ ജോലി ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സി ആണ്, ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ സി തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ദേ ഹാവ് ദ സാങ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ഇത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സാരമൊന്നുമില്ല. ഇത്തരം ഒരു കാര്യം ഡയറക്റ്റ്ലി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല എങ്കിലും ദിസ് ഈസ് എ ഗുഡ് ടൈം ടു ബിൽഡ് ബേസിക്സ് ഓർ റീബിൽഡ് അവർ അണ്ടർസ്റ്റാൻഡിങ്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടത്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ആർട്ടിക്കിൾ 33 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ പേടിക്കരുത്, ആർട്ടിക്കിൾ 33 അയ്യോ എനിക്കത് അധികം ഓർമ്മയില്ല, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരെങ്കിലും നോക്കാം, അങ്ങനെയൊന്നും വിചാരിക്കണം. നമ്മൾ എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യാം, ഓരോ സ്റ്റേറ്റ്മെന്റും വായിക്കാം. ദെൻ വി വിൽ സീ നമുക്കത് കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പോൾ തീരുമാനിച്ചാൽ മതിയല്ലോ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സ്റ്റേറ്റ്മെന്റ്സ്. ഇറ്റ് അലൗസ് പാർലമെന്റ് ടു മേക്ക് ലോസ് റെസ്ട്രിക്റ്റിംഗ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ആംഡ് ഫോഴ്സസ്. It allows Parliament to make laws restricting the fundamental rights to members of armed forces. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ഈ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. ഇറ്റ് അലൗസ് ദ പാർലമെന്റ്, ശരിയാണ്, ആംഡ് ഫോഴ്സസിലെ പേഴ്സണലിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങനെ അപ്ലിക്കബിൾ ആണെന്നൊക്കെ ആർട്ടിക്കിൾ 33 പ്രകാരം തീരുമാനിക്കാം. പാർലമെന്റ്, ഇത് ശ്രദ്ധിക്കണം, ഇവിടെ പാർലമെന്റ് അല്ല പ്രസിഡന്റ് എന്നൊക്കെ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തെറ്റി. അപ്പൊ പാർലമെന്റിനാണ് ഈ പവർ കൊടുത്തിരിക്കുന്നത്. പലർക്കും എനിക്ക് ഡൗട്ട് വന്നിട്ടുള്ളത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലാണ്. ദ പവർ അണ്ടർ ദിസ് ആർട്ടിക്കിൾ ഓൾസോ എക്സ്റ്റെൻഡ്സ് ടു persons employed in intelligence or telecommunication organizations related to these forces. So power under this article also extends. ഇവിടെ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, ഇന്റലിജൻസ് ഏജൻസീസ്, പാർലമെന്റിന്റെ ഇന്റലിജൻസ് ഏജൻസീസിലെ മെമ്പേഴ്സിന് വേണമെങ്കിലും റെസ്ട്രിക്ട് ചെയ്യാം. ഓൾസോ എക്സ്റ്റെൻഡ്സ് ടു, പാർലമെന്റ് ഹാസ് ദ പവർ ടു ലിമിറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ. അത് ആംഡ് ഫോഴ്സസിലെ അംഗങ്ങൾക്ക് മാത്രമാണോ? അല്ല, ഇന്റലിജൻസ് ഏജൻസിയിലെ ആൾക്കാർക്ക്, അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻസ് റിലേറ്റഡ് ടു ദീസ് ഫോഴ്സസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ഒക്കെ കാണുമ്പോൾ നമ്മളൊന്ന് പേടിച്ചിട്ടുണ്ടാവും. ഐ മീൻ ഓഫ് കോഴ്സ് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, അത് ചിലപ്പം ഇൻകറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്ലീസ് റിമെമ്പർ ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. ഇന്റലിജൻസ് ഏജൻസി അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടവർക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് വേണമെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യാം. പാർലമെന്റിനാണ് ആ പവർ റെസ്ട്രിക്ട് ചെയ്യാനുള്ള പവർ. ഇപ്പോൾ ഇതിന്റെ ആൻസർ സി ആണ് കേട്ടോ. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. Parliament has the power to limit fundamental rights, applicability to armed forces, intelligence agency personnel and also telecommunication organizations വർക്ക് ചെയ്യുന്നവർക്കും മറ്റ് അതർ ഫോഴ്സസ് അതിലൊക്കെ. അപ്പം നമുക്ക് ആർട്ടിക്കിൾ 33 ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ബിക്കോസ് ദിസ് വിൽ ബി ഇൻസൈറ്റ്ഫുൾ. 33 നമ്മൾക്ക് മറക്കാനും സാധ്യതയില്ല. അപ്പം നമുക്കൊന്ന് ആർട്ടിക്കിൾ 33 പെട്ടെന്നൊന്ന് കാണാം. ഓക്കെ ഓക്കെ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും ആർട്ടിക്കിൾ 33. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പവർ ഓഫ് പാർലമെന്റ് ടു മോഡിഫൈ റൈറ്റ്സ് കൺഫേർഡ് ബൈ ദിസ് പാർട്ട്, വിച്ച് മീൻസ് പാർട്ട് 3 ഇൻ ദർ അപ്ലിക്കേഷൻ ടു ആംഡ് ഫോഴ്സസ് എന്നുള്ളത്. അതിൽ പാർലമെന്റ് മേ ബൈ ലോ ഡിറ്റർമൈൻ ടു വാട്ട് എക്സ്റ്റെൻഡ് എനി ഓഫ് ദ റൈറ്റ്സ് കൺഫേർഡ് ഇൻ പാർട്ട് 3 ഷാൽ ബി അപ്ലിക്കബിൾ ടു, ഇവിടെ കണ്ടോ, മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സസ് ഉണ്ട്. ദ മെമ്പേഴ്സ് ഓഫ് ഫോഴ്സസ് ചാർജ്ഡ് വിത്ത് ദ മെയിൻ്റെനൻസ് ഓഫ് പബ്ലിക് ഓർഡർ. പബ്ലിക് ഓർഡറുമായി ബന്ധപ്പെട്ട സെൻട്രൽ പോലീസ് ഫോഴ്സ് ആയിരിക്കാം, സ്റ്റേറ്റ് പോലീസ് ഫോഴ്സ് ആയിരിക്കാം. പബ്ലിക് ഓർഡറുമായി ബന്ധപ്പെട്ട എല്ലാ ഫോഴ്സസിനും ഇത് റെസ്ട്രിക്ട് ചെയ്യാവുന്നതാണ് പാർലമെന്റ് കൊടുത്തിരിക്കുന്ന പവർ. അതുപോലെ പേഴ്സൺസ് എംപ്ലോയിഡ് ഇൻ എനി ബ്യൂറോ ഓർ അതർ ഏജൻസീസ് എസ്റ്റാബ്ലിഷ് ബൈ ദ സ്റ്റേറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഇന്റലിജൻസ് ഓർ കൗണ്ടർ ഇന്റലിജൻസ്. ഇന്റലിജൻസ് ഏജൻസീസ്, കൗണ്ടർ ഇന്റലിജൻസ് ഏജൻസീസ് ആയിട്ടുള്ള എല്ലാ ഫോഴ്സും ഉണ്ടാവും. അതിലിപ്പോൾ സ്റ്റേറ്റ് ഇന്റലിജൻസ് ഏജൻസി ഉണ്ടാവാം, IB ഉണ്ടാവാം, R&AW, റോ, ഇതൊക്കെ വരും. ഇവിടെയാണ് നമ്മൾ ഇന്നിപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ട കാര്യം. പേഴ്സൺ എംപ്ലോയിഡ് ഓർ ഇൻ കണക്ഷൻ വിത്ത് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. കണ്ടോ, ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഈ റെസ്ട്രിക്ഷൻസ് വേണമെങ്കിൽ പാർലമെന്റിന് ഏർപ്പെടുത്താം, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ റെസ്ട്രിക്ഷൻസ്. ഓക്കെ, ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സെറ്റപ്പ് ഫോർ ദ പർപ്പസ് ഓഫ് എനി ഫോഴ്സ്, ബ്യൂറോ, ഓർഗനൈസേഷൻ, ഇത്തരത്തിലുള്ള എല്ലാ ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ വയർലെസ് ഓപ്പറേഷൻ, അങ്ങനത്തെ കുറേ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അത്തരം ഡിപ്പാർട്ട്മെന്റ്സിൽ പങ്കെടുക്കുന്നവർക്കും അതിന്റെ ഭാഗമായവർക്ക് എന്ത് ചെയ്യാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് വേണമെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, നൗ വിൽ കം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻസ്. അപ്പം ഇതിൽ ഇനിയിപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്ക്. തെറ്റൊന്നും പറയാനില്ലല്ലോ അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണ്, ആൻഡ് ഈവൺ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. കാരണം അതിൽ പറയുന്നത് ഇറ്റ് ഓൾസോ എക്സ്റ്റെൻഡ്സ് ടു ദ പേഴ്സൺസ് എംപ്ലോയിഡ് ഇൻ ഇന്റലിജൻസ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ദീസ് ഫോഴ്സസ് എന്നാണ്. അപ്പോൾ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അപ്പോൾ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻസ് ഒന്നും അധികം വന്നിട്ടില്ല ആർട്ടിക്കിൾ 33 തുടങ്ങിയിട്ടുള്ള ആർട്ടിക്കിൾസിനെ കുറിച്ച്. പക്ഷേ ഇറ്റ് ഷുഡ് ബി
ക്ലിയർ അബൌട്ട് എന്താണ് അതിൻ്റെ ഒരു പർപ്പസ് എന്നുള്ളത് ഓർത്ത് വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഫണ്ടമെന്റൽ ഇൻ നാച്ചർ ബിക്കോസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത് ബി ആണ്. ഓക്കെ, ബിക്കോസ് ദേ ആർ ഗ്യാരണ്ടീഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ, ഫണ്ടമെന്റൽ എന്ന് വിളിക്കാൻ കാരണം ഇതൊരു എസെൻഷ്യൽ, ദേ ആർ മോസ്റ്റ് ബേസിക് ആൻഡ് എസെൻഷ്യൽ റൈറ്റ്സ് എന്നുള്ളതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, ദേ ആർ ഗ്യാരണ്ടീഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഈ റീസൺ കൂടിക്കൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നതിന്. സസ്പെൻഡ് ചെയ്യാം, മറ്റെല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഇൻഡിവിജ്വലി ഇൻകറക്റ്റ് ആണ്. ദേ ക്യാൻ ബി സസ്പെൻഡഡ് ഡ്യൂറിങ് എമർജൻസീസ്. ഓക്കെ, ദേ ആർ ഫണ്ടമെന്റൽ ഇൻ ദ ഗവേണൻസ് ഓഫ് ദ കൺട്രി. ഇത് നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് ഫണ്ടമെന്റൽ ഇൻ ദ ഗവേണൻസ്. അപ്പോൾ നമ്മൾ ഇതിനൊരു ജനറൽ സെൻസിൽ എടുക്കരുത്. ഓരോ കാര്യത്തിനും കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില വിശേഷണങ്ങളും സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ പഠിച്ചപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടിയല്ലോ, ഇത് DPSP കുറിച്ചുള്ളതാണ്. അതുപോലെ ദേ കനോട്ട് ബി അമെൻഡഡ് എന്ന് പറയുന്നത് തെറ്റാണ്. ദേ ക്യാൻ ബി അമെൻഡഡ്. ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളതും ഇൻഫാക്ട് ഫാക്ച്വലി കറക്റ്റ് ആയിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ബി ആണ്. ഡി എന്നുള്ളത് ചിലപ്പോൾ തോന്നാം, ഇപ്പൊ നമുക്കത് ക്ലാരിറ്റി ഉണ്ട്, അത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചല്ല. സോ എന്തായാലും ക്വസ്റ്റ്യൻ നമ്പർ 6 തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സാരമില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ. ദേ ആർ ഗ്യാരണ്ടീഡ് റൈറ്റ്സ്, മോസ്റ്റ് എസെൻഷ്യൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളതാണ് റീസൺ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 വരാം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വേരിയസ് റിട്സ് പ്രൊവൈഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ സെറിഷറി, കോവാറന്റോ എല്ലാം ഉണ്ടല്ലേ, മാൻഡമസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. കോവാറന്റോ ക്യാൻ ബി സോട്ട് ബൈ എനി ഇൻട്രസ്റ്റഡ് പേഴ്സൺ ആൻഡ് നോട്ട് നെസസറിലി ദ അഗ്രീവ്ഡ്. അഗ്രീവ്ഡ് എന്ന് വെച്ചാൽ അഫക്റ്റഡ് പേഴ്സൺ തന്നെ ഫയൽ ചെയ്യണമെന്നില്ല, എനി ഇൻട്രസ്റ്റഡ് പേഴ്സണിന് ഫയൽ ചെയ്യാം. എനി പേഴ്സൺ നമ്മൾ പറഞ്ഞിട്ട് ഇത് ശരിയാണ്. ഇവിടെ ചോദിക്കുന്നത് എന്താ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ആൻസർ വരില്ല എന്തായാലും. സെറിഷറി ക്യാൻ ബി ഇഷ്യൂഡ് അഗൈൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി, ഇത് നമ്മൾ ശരിയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഇൻകറക്റ്റ് അല്ല, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ ജുഡീഷ്യൽ ബോഡീസ്, ക്വാസി ജുഡീഷ്യൽ ബോഡീസ് ആസ് വെൽ ആസ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസിനെതിരെ സെറിഷറി അപ്ലിക്കബിൾ ആണ്. റിട്ട് ഓഫ് ഹേബിയസ് കോർപ്പസ് കാനോട്ട് ബി ഇഷ്യൂഡ് വെൻ ദ ഡിറ്റൻഷൻ ഈസ് ഫോർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ഇത് നമുക്ക് ചെറിയ സംശയം ഉണ്ടാവാം, ഓക്കെ ഇതാണോ ഇനി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ ഇതും സ്റ്റേറ്റ്മെന്റ് ഇൻഡിവിജ്വലി കറക്റ്റ് ആണ്. അത് എങ്ങനെ നമുക്ക് അതിലേക്ക് എത്താം, കാരണം നാലാമത്തെ എന്തായാലും തെറ്റാണ് എന്നുള്ളതാണ്. കാരണം അതാണ് കറക്റ്റ് ഓപ്ഷൻ വരേണ്ടത്. മാൻഡമസ് ക്യാൻ ബി ഇഷ്യൂഡ് അഗൈൻസ്റ്റ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഇൻ ഓൾ കേസസ്. ദിസ് ഇസ് റോങ്. കാരണം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ അല്ലെങ്കിൽ കമ്പനികൾക്കെതിരെ, എൻറ്റിറ്റികൾക്കെതിരെ മാൻഡമസ് ജനറലി അപ്ലിക്കബിൾ അല്ല. ഓക്കെ, നോട്ട് ഇൻ ഓൾ കേസസ്, ഓൺലി ഇൻ സം കേസസ് വെൻ ദേ ആർ ഡൂയിങ് പബ്ലിക് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ പ്രോബ്ലി പ്രൈവറ്റ് എൻറ്റിറ്റിക്കെതിരെ മാത്രമേ മാൻഡമസ് അപ്ലിക്കബിൾ ആവുള്ളൂ. ഒരു സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പബ്ലിക് ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ്, പബ്ലിക് ഡ്യൂട്ടി ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എയർപോർട്ട് മാനേജ് ചെയ്യുന്ന അദാനി ഗ്രൂപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അത്തരത്തിൽ. എന്തായാലും അപ്പോൾ സിന്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ വേണ്ടല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ പേഷ്യൻസോട് കൂടി ഓപ്ഷൻസ് വായിക്കുമ്പോൾ ഇറ്റ് വിൽ ബി റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഇപ്പം നോട്ട് കറക്റ്റ് എന്ന് പറയുന്നത് ഇതിലിപ്പോൾ ഡി തന്നെയാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ. നോട്ട് കറക്റ്റ് അത് ഇൻകറക്റ്റ് ഒരു ഓപ്ഷനാണ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ശരിയാണ് കേട്ടോ. അപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നമ്മൾ പഠിക്കും. കോടതി അലക്ഷ്യം, കോടതിയുടെ ഉത്തരവുകൾ നടപ്പിലാക്കാത്ത ആൾക്കാരെയാണ് നമ്മൾ ഇത് വിളിക്കുക. കോർട്ടലക്ഷ്യം ചെയ്തായിട്ട് പറയാം. ഇപ്പോൾ കോടതിയുടെ ജഡ്ജ്മെന്റ്സ്, ഏത് കോടതിയുടെയും ജഡ്ജ്മെന്റ്സ് നടപ്പിലാവണം, ഫോളോ ചെയ്യണം നമ്മൾ, ഇല്ലെങ്കിൽ ശിക്ഷിക്കാം. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഫോർ നോട്ട് ഫോളോയിങ് ദ കോർട്ട് ഓർഡേഴ്സ്. അങ്ങനെ കോർട്ടലക്ഷ്യത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ ഹേബിയസ് കോർപ്പസ് അപ്ലിക്കബിൾ ആവില്ല എന്നുകൊണ്ട് കറക്റ്റ് ആണ്. ഹേബിയസ് കോർപ്പസ് അത്തരം കേസുകളിൽ കോടതി നമ്മൾ രക്ഷിക്കില്ല, കോടതിയുടെ ഉത്തരവുകൾ നമ്മൾ പാലിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, സോ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7 ഡി തന്നെയാണ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 8. ആർട്ടിക്കിൾ 34 കുറിച്ചാണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. ഒന്ന്, ഇറ്റ് ഈസ് എ പ്രൊവിഷൻ ദാറ്റ് ഡീൽസ് വിത്ത് റെസ്ട്രിക്ഷൻസ് ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് വൈൽ മാർഷ്യൽ ലോ ഈസ് ഇൻ ഫോഴ്സ് ഇൻ എനി ഏരിയ. ഇത് കറക്റ്റ് ആണ്. ആർട്ടിക്കിൾ 34 എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ 33 പറഞ്ഞു ആംഡ് ഫോഴ്സസ്, 34 ചില റെസ്ട്രിക്ഷൻസ് ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നെയാണ്. എന്താണ്, മാർഷ്യൽ ലോ എന്നുള്ള കീവേഡ് വെച്ച് നമുക്ക് ഇത് കറക്റ്റ് ആണെന്ന് കാണാം. മാർഷ്യൽ ലോ വരുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് റെസ്ട്രിക്ഷൻസ് വരാം. പാർലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പാർലമെന്റ് ഈസ് എംപവേർഡ് ടു ഇറ്റ് എംപവേഴ്സ് പാർലമെന്റ് ആസ് വെൽ ആസ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ടു ഇൻഡംനിഫൈ. ഈ വേർഡ് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ അത് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിവിഷൻ ടെസ്റ്റിൽ ഞാനത് ഇട്ടത്. ടു ഇൻഡംനിഫൈ മീൻസ് പ്രൊട്ടക്ട് എനി പേഴ്സൺ, എനി പബ്ലിക് ഒഫീഷ്യൽ ഓൾസോ ഹു ആക്ട്സ് ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ ഡ്യൂറിങ് മാർഷ്യൽ ലോ. അപ്പോൾ അവർ മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡറിന്റെ സമയത്ത് അതിനു വേണ്ടിയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്താലും
അവർ ഇൻഡംനിഫൈ ചെയ്യാൻ ആർക്ക് പറ്റും? പാർലമെന്റിന് പറ്റും എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം അറിയോ? ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നുള്ളത് നമ്മൾ ആർട്ടിക്കിൾ 34 കാണുന്നില്ല. കാരണം ഓൺലി പാർലമെന്റ് ഹാസ് ദ പവർ ടു ഇൻഡംനിഫൈ പബ്ലിക് സർവൻസ് ഓർ എനി പേഴ്സൺ ഹു ഹാസ് ടേക്കൺ സം സ്റ്റെപ്സ് ടു മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ. പേഴ്സൺ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്, പേഴ്സൺ എന്ന് പറയുന്നത് ശരിയല്ല, പബ്ലിക് ഒഫീഷ്യലിനെയാണ് ഇവിടെ, പബ്ലിക് സർവൻറ്റിനെയാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ട് അത് തെറ്റാണ്, ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഇങ്ങനെ ഒരു പവർ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പാർലമെന്റ് ആസ് വെൽ ആസ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വന്നുകൊണ്ട് ഇതിൽ ആൻസർ ഒരു എ ആണ് കേട്ടോ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ്. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 8 മാർഷൽ ലോ ആണെന്ന് ഓർക്കണം. അത് മാത്രമാണ് ടേക്ക് അവേ. ചോദിക്കാൻ സാധ്യത എന്താ? പാർലമെന്റിനാണ് ഈ പവർ. ഇത്രയും രണ്ട് കാര്യങ്ങൾ മാത്രമേ ഓർക്കാനുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 9 വരുമ്പോൾ മാൻഡമസിനെ കുറിച്ചാണ് ചോദ്യം. It is a command issued by the court to a public authority to perform a public duty that it has refused or failed to perform. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ? മിക്കവർക്കും ഇത് ശരിയായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 9, it is a command, obviously it is a command issued by the Supreme Court or High Court, പബ്ലിക് അതോറിറ്റിക്കെതിരെ പബ്ലിക് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി അവരോട് നിർബന്ധിക്കുകയാണ്. അത് കറക്റ്റ് ആണ്. The writ can be issued, mandamus can be issued against a private individual or body only if they are performing a public function or duty. ഓൾറെഡി നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു. ഇത് ശരിയാണ്. ഇനി ഓൺലി ഇഫ് എന്നുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണോ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അങ്ങനെ മാത്രമാകുമ്പോഴാണോ പ്രൈവറ്റ് അതോറിറ്റിക്കെതിരെ ഇത് യൂസ് ചെയ്യാൻ പറ്റുക? അതെ, പ്രൈവറ്റ് അതോറിറ്റിക്കെതിരെ യൂസ് ചെയ്യണമെങ്കിൽ ദേ ഷുഡ് ബി ഡൂയിങ് എ പബ്ലിക് ഡ്യൂട്ടി. സോ ഇതും ശരിയാണ്. The third statement, mandamus cannot be issued against the President of India or the Governor of a state. ഇതും കറക്റ്റ് ആണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെയും ഗവർണറെയും നമ്മളൊരു ഹൈ പെഡസ്റ്റലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾ ദ 3 സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ആർ കറക്റ്റ്. മാൻഡമസ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു റിട്ടാണ് കേട്ടോ, ചോദിക്കുന്ന റിട്ടാണ്. അപ്പോൾ മൂന്നും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 9, ദ ആൻസർ വുഡ് ബി ഡി. ക്വസ്റ്റ്യൻ നമ്പർ 10 വരാം. ഇതിൽ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം അപ്ലിക്കബിൾ ആയ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതാണെന്നാണ് ചോദ്യം. റൈറ്റ്, നമുക്കറിയാം 5 ആർട്ടിക്കിൾസിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം. അതിൽ ആർട്ടിക്കിൾ 19 വരുന്ന ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി, ഇത് 19(1)(d) ആണ് അല്ലേ? അപ്പോൾ അത് ഫ്രീഡം ടു മൂവ്മെന്റ് ആർട്ടിക്കിൾ 19 ആയതുകൊണ്ട് ഓൺലി സിറ്റിസൺസ് മാത്രമാണ്. അപ്പോൾ എന്തായാലും 2 ആൻസറിൽ വരണം. റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ്, ദിസ് ഇസ് ആർട്ടിക്കിൾ 30. അപ്പോൾ അതും ഓൺലി ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു ഈ 5 ആർട്ടിക്കിൾസ്? ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, പിന്നെ ആർട്ടിക്കിൾ 19, ഓക്കെ, പിന്നെ ആർട്ടിക്കിൾ 29 ആൻഡ് 30. ഇവിടെ ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടോ? ഇത് രണ്ടും കണ്ടിന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇവിടെയും കണ്ടിന്യൂസ് ആണ്. പിന്നെ ഒരു 19, 6 ഫ്രീഡംസ് ആണുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൽ ഇതും ഈ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺലി സിറ്റിസൺസ് ആണ്. ഓൺലി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതിൽ എന്ത് ശ്രദ്ധിക്കണം? പ്രൊട്ടക്ഷൻ ഫ്രം അൺടച്ചബിലിറ്റി, അതായത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഇത് ഏതാ വരുന്നത്? ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് ഒരു വളരെ ബേസിക് റൈറ്റ് അല്ലേ? അൺടച്ചബിലിറ്റി സിറ്റിസൺസിന് മാത്രമാണോ പ്രൊട്ടക്ഷൻ? അല്ല, സിറ്റിസൺസ് ആസ് വെൽ ആസ് ഫോറിനേഴ്സ്. സോ ഈ ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക്. ദർ ഇസ് ഓൺലി വൺ ഓപ്ഷൻ ലെഫ്റ്റ്, ദാറ്റ് ഇസ് ഓപ്ഷൻ ബി, 2 and 3. ഓക്കെ, ബിയിലേക്ക് നമുക്ക് അങ്ങനെ എത്താം. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആൻസറിൽ എത്താം. പക്ഷേ ഇതൊരു ഫ്രീക്വന്റ് തീമാണ് കേട്ടോ. ഓൺലി സിറ്റിസൺസിന് അപ്ലിക്കബിൾ ആയ ഫണ്ടമെന്റൽ റൈറ്റ് ഏതൊക്കെയാണ്? റൈറ്റ്, സോ ക്വസ്റ്റ്യൻ നമ്പർ 10, ദ ആൻസർ ഇസ് ബി. ക്വസ്റ്റ്യൻ നമ്പർ 11 വരുമ്പോൾ പ്രൊഹിബിഷൻ റിട്ടിനെ കുറിച്ച്, സെറിഷറിയെ കുറിച്ചുമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് റിട്ട് ഓഫ് പ്രൊഹിബിഷൻ ഈസ് ഇഷ്യൂഡ് ബൈ എ ഹയർ കോർട്ട് ടു എ ലോവർ കോർട്ട് ടു സ്റ്റോപ്പ് ദ ലാറ്റർ ഫ്രം, ലാറ്റർ എന്ന് വെച്ചാൽ എന്താ? രണ്ടാമത്തെ ആള്, ലോവർ കോർട്ടിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫ്രം പ്രൊസീഡിങ് ഫർദർ ഇൻ എ കേസ് വേർ ഇറ്റ് ഹാസ് എക്സീഡഡ് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. ജൂറിസ്ഡിക്ഷൻ എക്സീഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഹയർ കോർട്ട് ലോവർ കോർട്ടിനെതിരെ ഇഷ്യൂ ചെയ്യുന്ന റിട്ടാണ് റിട്ട് ഓഫ് പ്രൊഹിബിഷൻ എന്നാണ്. ഇത് ശരിയാണ് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സീഡിങ് ജൂറിസ്ഡിക്ഷൻ മീൻസ് ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുന്നത്. അത് തടയാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ പ്രൊഹിബിഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊരു പ്രിവെന്റീവ് റിട്ടാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രിവെന്റീവ് ഇൻ നേച്ചർ ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. രണ്ടാമത്തത് റിട്ട് ഓഫ് സെറിഷറി ഈസ് ഇഷ്യൂഡ് ടു സെറ്റ് അസൈഡ് ദ ഓർഡർ. സെറ്റ് അസൈഡ് മീൻസ് ഇൻവാലിഡേറ്റ് ഓർ ക്യാൻസൽ, ഓക്കെ, എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ക്യാൻസൽ ആൻ ഓർഡർ ഓഫ് എ ലോവർ കോർട്ട് ഓർ ട്രൈബ്യൂണൽ ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ പാസ്ഡ്. ശരിയാണ്. ഇതെന്ത് കോണ്ടെക്സ്റ്റിലാണ് എന്ന് പറയുന്നില്ല. അതായത് എന്ത് റീസൺ കൊണ്ടാണ്? മോസ്റ്റ്ലി അത് എക്സീഡിങ് ജൂറിസ്ഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ ജസ്റ്റിസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു ഓർഡർ എറർ ഇൻ ജഡ്ജ്മെന്റ് ഓർ ഓർഡർ ഉണ്ടാവും. ഇതിൽ തെറ്റൊന്നുമില്ല, ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണെന്നേ ഉള്ളൂ.
രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഈ കോണ്ടെക്സ്റ്റിൽ കറക്റ്റ് ആണ്. ചിലപ്പോൾ ഇത് ഇൻ്റർചേഞ്ച് തരാം. ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് പ്രൊഹിബിഷൻ്റെ സ്ഥലത്ത് സെറിഷോറി തരാം, സെറിഷോറിയുടെ സ്ഥലത്ത് പ്രൊഹിബിഷൻ തരാം. അപ്പോൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ, കുറച്ചുകൂടി നമുക്ക് ആൻസറിലേക്ക് ധൈര്യമായിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഇത്തരം ക്വസ്റ്റ്യൻസിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പ്രൊഹിബിഷൻ റിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ 2024 ചോദിച്ചത്. സെറിഷോറി അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ സെറിഷോറി പ്രൊഹിബിഷൻ നമ്മൾ മറ്റൊരു വ്യത്യാസം എന്താ? പ്രൊഹിബിഷൻ ഓൺലി ജുഡീഷ്യൽ ഓർ ക്വാസി ജുഡീഷ്യൽ ബോഡിക്കെതിരെ മാത്രമേ പറ്റുമെങ്കിൽ സെറിഷോറി ജുഡീഷ്യൽ അതോറിറ്റി, ക്വാസി ജുഡീഷ്യൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓക്കെ പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡികൾക്കെതിരെ എന്ത് പറ്റും? നമ്മുടെ സെറിഷോറി പറ്റും. അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസിനെതിരെയും ജുഡീഷ്യൽ കോർട്സിനെതിരെയും ഒക്കെ പറ്റും. വേറെ പ്രൊഹിബിഷൻ ഓൺലി ജുഡീഷ്യൽ ഓർ ക്വാസി ജുഡീഷ്യൽ ബോഡികൾക്കെതിരെ മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 11 വരുമ്പോൾ ആൻസർ എന്താ വരിക? ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് പോസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയിട്ടേ ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അതൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകാം. വൺസ് അഗൈൻ ഐ വിൽ ടീച്ച് ദിസ് ഡ്യൂറിങ് ദ പ്രിലിംസ് മാസ്റ്റർ ക്ലാസ്. പക്ഷേ അത്ര വരെ വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഇത്തരം ഡൗട്ടുകൾ ഇപ്പോൾ തന്നെ മാത്രമല്ല, ഇനി വരുന്ന ടെസ്റ്റുകൾ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 12 പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 12 ഈസ് ഓൾസോ അബൌട്ട് റിട്സ്. ദ റിട്ട് ഓഫ് കോ വാറന്റോ ഇസ് യൂസ്ഡ് ബൈ ദ കോർട്ട്. ഏത് കേസിലാണെന്നാണ് ഇതിൽ ടു റിസ്ട്രെയിൻ എ പേഴ്സൺ ഫ്രം ഹോൾഡിംഗ് എ പബ്ലിക് ഓഫീസ് ടു വിച്ച് ഹി ഈസ് നോട്ട് ലീഗലി എൻറ്റൈറ്റിൽഡ്. രണ്ട്, ടു എൻഫോഴ്സ് ദ പെർഫോമൻസ് ഓഫ് എ മാൻഡേറ്ററി പബ്ലിക് ഡ്യൂട്ടി ബൈ ദ പബ്ലിക് ഒഫീഷ്യൽ. ശരിക്കും പബ്ലിക് ഡ്യൂട്ടി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ കോ വാറന്റോ നമ്മൾ പറഞ്ഞത്? അല്ലല്ലോ. ഇത് എലിമിനേറ്റ് ചെയ്തൂടെ? ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഓപ്ഷൻ മാറിപ്പോകുന്നത് കണ്ടോ? പിന്നെ 1 and 3 മാത്രമേ വരൂ. അപ്പോൾ നമുക്ക് ഇതെന്തായാലും നമുക്ക് ശരിയാണെന്ന് അറിയാം അല്ലേ? ക്വസ്റ്റ്യൻ ഓഫ് ലീഗാലിറ്റി ഓഫ് എ പേഴ്സൺ ടു ക്ലെയിം എ പബ്ലിക് ഓഫീസ്, അതെന്തായാലും ശരിയാണ്. പിന്നെ ഓപ്ഷൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരാം, ഇതെന്താ ഇപ്പം ഇങ്ങനെ? ഓക്കെ, റിസ്ട്രെയിൻ എ പേഴ്സൺ ഫ്രം ഹോൾഡിംഗ് എ പബ്ലിക് ഓഫീസ്, അങ്ങനെ വരുമോ? തീർച്ചയായിട്ടും ഇത് ഒരേ അർത്ഥത്തിൽ തന്നെയാണ് രണ്ടും. ബോത്ത് ദിസ് വൺ ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഫസ്റ്റ് ആൻഡ് തേർഡ് വൺ ഒരേ കാര്യമാണ് പറയുന്നത്. ടു റെസ്ട്രെയിൻ എ പേഴ്സൺ ഫ്രം ഹോൾഡിംഗ് എ പബ്ലിക് ഓഫീസ്. ഓക്കെ, അയാൾക്കത് ലീഗലി അത് ഹോൾഡ് ചെയ്യാനുള്ള അവകാശമില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. അപ്പോൾ അത് ഹോൾഡ് ചെയ്യുന്നതിനെതിരെ തന്നെയല്ലേ കോ വാറന്റോ വരുന്നത്. അപ്പോൾ കോ വാറന്റോ ആർക്കൊക്കെയാണ് ഫയൽ ചെയ്യാൻ പറ്റുക നമ്മൾ പഠിച്ചു, ഏത് കേസിലാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പഠിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർമ്മ വന്നിട്ടുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 12 ആൻസർ വരിക സി കേട്ടോ, സി. രണ്ടാമത്തെ നമുക്ക് എലിമിനേറ്റ്, അത് മാൻഡമസ് ആണ് അല്ലേ? ഇതേത് റിട്ടാണ്? മാൻഡമസ് റിട്ടല്ലേ ഇത് അല്ലേ? പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി ഫെയിൽ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ക്വസ്റ്റ്യൻ നമ്പർ 13 and 14 കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഈസിയാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഏത് അമെൻമെന്റിലൂടെയാണ് റിപ്പീൽ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദ 44th Amendment Act, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. സംശയമൊന്നുമില്ലല്ലോ. വർഷം ഏതാ? 1978. മൊറാർജി ദേശായി വാസ് ദ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, PM മൊറാർജി ദേശായിയുടെ സമയത്താണ്. ഓൾറൈറ്റ്, 42nd Amendment Act നമ്മൾ നേരത്തെ പ്രിയാമ്പിളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? 3 words were added to the preamble എന്നുള്ളത് ഈ 42nd Amendment Actലൂടെയാണ്. സോഷ്യലിസ്റ്റ്, സെക്യുലർ തുടങ്ങിയിട്ടുള്ള ഇന്റഗ്രിറ്റി ഒക്കെ ആഡ് ചെയ്ത്. പിന്നെ 42nd Amendment Actൽ നമ്മൾ അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കും, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇനി പഠിക്കുന്നത് വീണ്ടും. 86th Amendment Act നമുക്കറിയാം. ആർട്ടിക്കിൾ 21A കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആഡ് ചെയ്ത, ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് ആഡ് ചെയ്താണ് 86th. ഇപ്പോൾ ഈ 86th കാണുമ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ക്ലിക്ക് ആവണം. 61st നമുക്ക് പിന്നെ പഠിക്കാം. നമ്മുടെ വോട്ടിംഗ് ഏജ് ഇല്ലേ, വോട്ടിംഗ് ഏജ് അതിന്റെ ക്വാളിഫിക്കേഷൻ 21 നിന്ന് 18 ആക്കിയത് ഏത് അമെൻമെന്റ് ആക്ടിലൂടെയാണ്? 61st Amendment Actലൂടെയാണ്. ആ വർഷം 1989 നമ്മളിങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തത്. ഓക്കെ, 21 ആയിരുന്നു വോട്ടിംഗ് റൈറ്റ്, അത് 18 ആക്കി മാറ്റിയപ്പോഴാണ് 1989 61st. അപ്പൊ എല്ലാ അമെൻമെന്റും വെച്ചിട്ട് നമ്മുടെ ആളാരാ? നമ്മുടെ ഉത്തരം 44th Amendment Act ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊട്ടക്ഷൻ ഫ്രം ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ് ഈസ് കവേർഡ് അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ്? ഉത്തരം ആർട്ടിക്കിൾ 23. ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ളത് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻഡ് ആണ് ഇൻ ആർട്ടിക്കിൾ 23 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഓക്കെ, അപ്പോൾ അത് സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 വരുമ്പോൾ, all religions and linguistic minorities have the right to establish and administer educational institutions of their choice under Article 30. ഇവിടെ ലിംഗ്വിസ്റ്റിക് അതുപോലെ തന്നെ റിലീജിയസ് തെറ്റൊന്നുമില്ലല്ലോ. ആർട്ടിക്കിൾ 30 അവർക്ക് എന്ത് ചെയ്യാം? എസ്റ്റാബ്ലിഷ് ചെയ്യാം, അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദർ ചോയ്സ്. കറക്റ്റ് ആണ്.
പലർക്കും ഇത് കൺഫ്യൂഷൻ വരാൻ കാരണം ഞാൻ ഇവിടെ ഒരു ഓൾ എന്നുള്ളൊരു വേർഡ് ഇട്ടുകൊണ്ടാണ്. ഒരു തെറ്റും അതിലില്ല കേട്ടോ. ഓൾ എന്ന് വന്നതുകൊണ്ട് എന്തില്ല, തെറ്റൊന്നും ആവുന്നില്ല. ഓൾ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്നല്ലേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ഓൾ മൈനോറിറ്റീസ് എന്നല്ലല്ലോ. ഓൾ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞത് തെറ്റാണ്. ഓൺലി ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് മൈനോറിറ്റീസ് ഹാവ് ദ റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഓൾ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഓക്കെ ഓക്കെ, അവിടെ കൃത്യമായിട്ട് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളന്ന് ഒന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നേ ഉള്ളൂ ആ ഒരു വേർഡ് അവിടെ. State cannot deny financial aid to a minority managed educational institution solely on the ground that it is administered by minority. ഇത് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്തിരുന്നു ആർട്ടിക്കിൾ 30 പഠിച്ചപ്പോൾ. അതിൽ ഈ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള റൈറ്റിന് പുറമെ സ്റ്റേറ്റ് സപ്പോസ് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കാന്ന് വെച്ചോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്മുടെ ഇന്ത്യയിൽ, രാജ്യത്ത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ. അങ്ങനെ വരുമ്പോൾ ഒരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് സ്റ്റേറ്റ് അവഗണന കാണിക്കരുത്, ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത് എന്നുള്ളത് ആർട്ടിക്കിൾ 30 സബ് ക്ലോസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ക്ലോസ് 1, ക്ലോസ് 2 ഒക്കെ ഉണ്ട് അതിൽ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഡിക്റ്റേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇല്ലെങ്കിലും ഇപ്പോൾ പഠിച്ചേക്കാം കേട്ടോ. ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൂടി ആർട്ടിക്കിൾ 30 ഉണ്ട്. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, ആർട്ടിക്കിൾ 30 നോക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു ഓർമ്മയിൽ അങ്ങനെ നിൽക്കും. അതിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന്, ലാൻഡ് അക്യൂർ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അവരുടെ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം അവരുടെ ലാൻഡ് അക്യൂർ ചെയ്യുന്നത് തോന്നുന്നു. അതേപോലെ തന്നെ ഗവൺമെന്റ് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ കോളേജുകളെയും യൂണിവേഴ്സിറ്റികളെയും പോലെ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും പരിഗണിക്കണം, അവരെ മാത്രം ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. സോ ഇതിന്റെ ആൻസർ എന്താ വരിക? സി വുഡ് ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സി. ക്വസ്റ്റ്യൻ നമ്പർ 15 ആൻസർ സി ആണ് കേട്ടോ. കുറച്ച് പേർക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 16 വരുമ്പോൾ ഇതാണ് ഏറ്റവും എനിക്കൊന്ന് ബുദ്ധിമുട്ട് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ. ഇതിൽ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണോ എന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഇത് പ്രിലിംസിൽ ഇപ്പോൾ വരുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. റെമഡി അണ്ടർ ആർട്ടിക്കിൾ 32 ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഇറ്റ് സെൽഫ്, മേക്കിംഗ് സുപ്രീം കോർട്ട് ഗ്യാരണ്ടർ ആൻഡ് ഡിഫൻഡർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇത് വളരെ കൃത്യമാണല്ലോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർട്ടിക്കിൾ 32 ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പം ആരാണ്? സുപ്രീം കോടതിയാണ് നമ്മൾ വിളിച്ചത് ഗ്യാരണ്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നൊക്കെ വിളിച്ചത്. ഡിഫൻഡർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ദ സുപ്രീം കോർട്ട്സ് പവർ ടു ഇഷ്യൂ റിട്സ് ഇസ് ഇതിൽ നമുക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഡി എലിമിനേറ്റ് ചെയ്യാം. ഇപ്പോൾ സോഫാർ സുപ്രീം കോർട്ട്സ് പവർ ടു ഇഷ്യൂ റിട്സ് ഇസ് എ പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് നമ്മൾ പഠിച്ചു. സുപ്രീം കോടതി ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ആൻഡ് കൻ നോട്ട് ബി ടേക്കൺ അവേ ഈവൻ ബൈ എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. അപ്പോൾ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടുള്ള ഭാഗം എന്ത് ചെയ്യാൻ പറ്റില്ല. ഏതൊരു പ്രൊവിഷനും ആർട്ടിക്കിൾ 32 ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, ഇഫ് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ദെൻ അമെൻമെന്റിലൂടെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണല്ലോ, മാറ്റാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ശരി, ഇൻഡിവിജ്വലി ആ സ്റ്റേറ്റ്മെന്റിൽ തെറ്റൊന്നും തന്നെ ഇല്ല. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അതുകൊണ്ട് ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നൗ ദ നെക്സ്റ്റ് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ഈസ്, ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ സ്റ്റേറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? ദ ആൻസർ ഈസ് നോട്ട് റിയലി. ഓക്കെ, ദ ആൻസർ ഈസ് നോട്ട് റിയലി. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഇതും ഇൻഡിവിജ്വലി ശരിയാണ്, ഇതും ഇൻഡിവിജ്വലി ശരിയാണ്. ഇതിലെന്താ പറയുന്നത്? ആർട്ടിക്കിൾ 32 ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, സുപ്രീം കോടതിയാണ് അതിന്റെ ഗ്യാരണ്ടർ. രണ്ടാമത്തേൽ പറയുന്നത് ഇത് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമായതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അമെൻഡ് ചെയ്യാൻ പറ്റില്ല, അതിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നാണ്, കനോട്ട് ബി ടേക്കൺ അവേ എന്നാണ്. ഇത് രണ്ടും തമ്മിൽ അങ്ങനെ ഒരു ലോജിക്കൽ കണക്ഷൻ ഇല്ല. ബോത്ത് ആർ ഇൻഡിവിജ്വലി സ്റ്റാൻഡ് അലോൺ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്ക് പറ്റില്ല, മേ നോട്ട് ബി അപ്രോപ്രിയേറ്റ്. കാരണം സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1, മേ നോട്ട് ബി സോ. ഓക്കെ, അങ്ങനെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഇവിടെ കാണുന്നില്ല. രണ്ടും ഇൻഡിവിജ്വലി ശരിയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളതൊരു എടുത്തു ചാടി രണ്ടും തമ്മിൽ ഒരേ കാര്യമാണ് പറയുന്നത്, അപ്പോൾ ബന്ധം ഉണ്ടാവുമെന്ന് എടുക്കരുത് കേട്ടോ. പക്ഷേ ഡോണ്ട് വറി, ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും സോൾവ് ചെയ്യാം. മെല്ലെ 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 നമുക്ക് കാര്യങ്ങൾ, ഇത്തരം ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പഠിക്കും. നമുക്ക് UPSC ക്ലാസിക്സ് വരുന്നുണ്ട്, റൗണ്ട് ടേബിൾ ഡിസ്കഷൻസ് വരുന്നുണ്ട്. അതിനൊക്കെ പുറമെ നമ്മുടെ ക്ലാസ് ടെസ്റ്റുകൾ റെഗുലർ ആയിട്ട് എടുക്കുമ്പോൾ പൊളിറ്റിയിൽ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഐ വിൽ ടെൽ യു വിത്ത് ഈച്ച്. എല്ലാ ടെസ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് ഇങ്ങനെ പോലെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ മെല്ലെ മെല്ലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ആ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ അല്ലയോ എന്നുള്ളത് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം, ബട്ട് ട്രസ്റ്റ് മീ, യു ടേക്ക് ഓൾ ദ ടെസ്റ്റ്. അപ്കമിങ് ടെസ്റ്റുകൾ എടുക്കുക. നമ്മുടെ ലീഡിന്റെ ടെസ്റ്റ് സീരീസ് തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെയും കവറായി പോകും. സോ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഇപ്പോൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 16 ആൻസർ അപ്പോൾ ബി ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 17 വരാം. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The Constitution of India clearly defines and recognizes the words linguistic minorities and religious minorities. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലിയർലി ഡിഫൈൻസ് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു പതിവുണ്ടോ എല്ലാ കാര്യങ്ങളും ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്ന? ഇല്ല. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കണം,
ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ സ്പെസിഫിക്കലി വായിക്കണം. ഇവിടെ എന്താ പറയുന്നത്? ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ആൻഡ് റിലീജിയസ് മൈനോറിറ്റീസ് ഡിഫൈൻ ചെയ്തു എന്നാണ്. അങ്ങനെ ഡിഫൈൻ ഒന്നും ചെയ്യുന്നില്ല അല്ലെ. മൈനോറിറ്റീസ് ആരാന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ഓക്കെ, ബട്ട് ഡസ് നോട്ട് ക്ലിയർലി ഡിഫൈൻ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 29 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ അവൈലബിൾ ഓൺലി ടു മൈനോറിറ്റീസ്. ഓൺലി ടു മൈനോറിറ്റീസ് എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 29 കാര്യമാണ് പറയുന്നത്. 30 ആയിരുന്നെങ്കിൽ ഓക്കെ, ഇത് ശരിയായിരുന്നേനെ. 29 മൈനോറിറ്റീസ് മാത്രമാണോ? അല്ല, എനി സെക്ഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് എന്ന് പറയുന്നുണ്ട്. എനി സെക്ഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് മീൻസ് നോട്ട് ജസ്റ്റ് മൈനോറിറ്റീസ്. ആർട്ടിക്കിൾ 29 ആണേ. ആർട്ടിക്കിൾ 30 ആണെങ്കിൽ ഓക്കെ, മൈനോറിറ്റീസ് മാത്രം. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണ്. ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. ഒന്നാമത്തേൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് ക്ലിയർലി ഡിഫൈൻ ദ വേർഡ് മൈനോറിറ്റീസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പ്രശ്നം? Article 29 is applicable to or available to all Indian citizens, all sections of Indian citizens, not just minorities. Okay, and the final question, question number 18 like varam. Consider the following statements regarding the writ of habeas corpus. ഇതിൽ ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി ഇത് സോൾവ് ചെയ്യാൻ. ഇവിടെ ഓൺലി ദ പേഴ്സൺ ഹു ഈസ് ഡിറ്റൈൻഡ് ക്യാൻ ഫയൽ എ പെറ്റീഷൻ ഓഫ് ഹേബിയസ് കോർപ്പസ്. അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? ഹേബിയസ് കോർപ്പസിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഡീറ്റെയിൻഡ് പേഴ്സൺ എപ്പോഴും ജയിലിലോ അല്ലെങ്കിൽ കസ്റ്റഡിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ തടഞ്ഞു വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവോ? ഇല്ല. ആ വ്യക്തിക്ക് മാത്രമല്ല ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ പറ്റുക. സോ ദാറ്റ് ഇസ് ഇൻകറക്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ. ഇനിയിപ്പോൾ അത് മാത്രം അറിഞ്ഞുകൊണ്ടായില്ല. ഓക്കെ, നമുക്കത് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് നോക്കാം. ഓൾ 3 പോയി. പക്ഷേ ദ റെസ്റ്റ് ഓഫ് ദ 2 സ്റ്റേറ്റ്മെന്റ്സ് എനിക്ക് തോന്നുന്നില്ല വലിയൊരു ചാലഞ്ച് ആയിരിക്കും നിങ്ങൾക്ക്. കാരണം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്, ഇറ്റ്സ് എ ലീഗൽ റെമഡി അവൈലബിൾ ടു എ പേഴ്സൺ ഹു ഈസ് ഇല്ലീഗലി ഡീറ്റെയിൻഡ് അലോയിങ് ദം ടു അപ്രോച്ച് ദ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട്. ഇതിൽ നമ്മൾ ടെക്നിക്കലി ആലോചിക്കേണ്ട, ആ വ്യക്തിക്ക് തന്നെ പോകാൻ പറ്റുമോ എന്നുള്ളതിനേക്കാളും ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് സംബഡി ഹു ഈസ് ഇല്ലീഗലി ഡിറ്റൈൻഡ് അല്ലെ, അതിന് യൂസ് ചെയ്യാമല്ലോ. സോ ഇറ്റ്സ് അവൈലബിൾ ടു എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് എടുക്കുക, പോസിറ്റീവ് അപ്രോച്ച് എടുക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അതിൽ തെറ്റൊന്നും പറയാനില്ല. ഇല്ലീഗലി ഡിറ്റൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയാണ് തന്നെയാണല്ലോ ഹേബിയസ് കോർപ്പസ് ആണ്. അവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കോണ്ടക്സ്റ്റിൽ തെറ്റെന്ന് പറയാനില്ല. സോ ഇറ്റ്സ് ഫൈൻ. ഓൺലി ദ പേഴ്സൺ ഹൂ ഈസ് ഡിറ്റൈൻഡ് ക്യാൻ ഫയൽ എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ അല്ലേ? ആ വ്യക്തിക്ക് മാത്രമേ അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രീം ഒരു സ്വഭാവത്തിലുള്ള സ്റ്റേറ്റ്മെന്റും ആണ്. പിന്നെ അത് പ്രാക്ടിക്കലി അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ, this writ can be invoked against both the state and private individuals, including cases of unlawful detention. ഇതും ശരിയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എക്സാമ്പിൾസ് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇത് ഫെലോ ഹ്യൂമൻ ബീങ്സ്, ഫെലോ ഫാമിലി മെമ്പേഴ്സിനൊക്കെതിരെ നമുക്ക് ഹേബിയസ് കോർപ്പസ് ചിലപ്പോൾ യൂസ്ഫുൾ ആവും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് രണ്ടും ബോത്ത് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ആസ് വെൽ ആസ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ ഇത് അപ്ലിക്കബിൾ ആണ്, അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒഴിച്ചു നിർത്തിയാൽ രണ്ട് സ്റ്റേറ്റ്മെന്റ്, ഓൺലി ടു എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഓവറോൾ നോക്കിയപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ പെർട്ടിക്കുലർലി മിക്കവർക്കും ചാലഞ്ചിങ് ആയിരുന്നു നമ്മുടെ ക്ലാസ്സിലെ. അപ്പോൾ അതിനർത്ഥം നമ്മൾ കുറച്ചുകൂടി കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ചില ഫാക്ച്വൽ ആയിട്ടുള്ള ചില ഡീറ്റെയിൽസ് നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാത്തായിരിക്കും അല്ലെങ്കിൽ റിവൈസ് ചെയ്യാത്തൊക്കെ കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ റിവിഷൻ ടെസ്റ്റ് ഡെയിലിയും അല്ലെങ്കിൽ റെഗുലർലി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിൽ ചിലപ്പോൾ ക്ലിക്കായ കാര്യങ്ങൾ നമുക്കത് ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്. അതൊന്നുകൂടി കണ്ടിന് എന്താ പറയുക, നമ്മളിപ്പോൾ ഈ സ്പേസ്ഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മയിൽ ഫ്രഷായി നിൽക്കും. ആൻഡ് ആഫ്റ്റർ എ പോയിന്റ് വിത്തൗട്ട് എനി ഹെൽപ്പ് യു മേ ബി ഏബിൾ ടു ക്രാക്ക് ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ് ഏരിയ. അപ്പോൾ അത്ര വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് അപ്ലൈ ചെയ്യാൻ നോക്കണം. അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ ചില കാര്യങ്ങൾ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ഓർത്തെടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ലോജിക്ക് തെറ്റായിരിക്കാം. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചത് തന്നെ ഇൻഹെറൻ്റ്ലി തെറ്റായിരിക്കും. അപ്പോൾ അതൊക്കെ ഇവിടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് റിവിഷൻ ടെസ്റ്റുകൾ. അപ്പോൾ ഇനി റെഗുലർലി നിങ്ങൾ റിവിഷൻ ടെസ്റ്റ് എടുക്കുക. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു എക്സ്പ്ലെയിൻ ദ ആൻസേഴ്സ്. ആൻഡ് ഓൾസോ ഇതിലിപ്പോൾ കുറച്ചൊക്കെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി. ചിലതിലൊക്കെ ഇപ്പോൾ നമുക്ക് ലോജിക്ക് വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാം, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഈ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ഒക്കെ റെഗുലർലി നമ്മൾ ആ ഡിസ്കഷൻ കൂടി കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ബെറ്റർ ക്ലാരിറ്റി വരും. സോ നെക്സ്റ്റ് ടെസ്റ്റ്
ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ് പോളിസി പ്ലസ് സം ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഈ ഓൾറെഡി നമ്മൾ ഈ പഠിച്ച ഇപ്പൊ ഇന്ന് കണ്ട ഡിസ്കഷനിൽ കണ്ട കാര്യങ്ങൾ അതൊന്നുകൂടി ഞാൻ ടെസ്റ്റിലിടും ചില ചില ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ റിറ്റ്സ് ഒക്കെ ഒന്നുകൂടി സ്ട്രോങ് ആവും നമ്മുടെ ഏരിയ. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. സോ ഐ റിക്വസ്റ്റ് യു ടു കണ്ടിന്യൂ ടേക്കിംഗ് ദ ടെസ്റ്റ്സ് ആൻഡ് ഓൾസോ റെഫറിങ് ടു ദ വീഡിയോസും ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ അറ്റൻഡിങ് ദ ടെസ്റ്റ്. സോ ഐ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.